അതറിയുന്നത്, അത് അവസാനിക്കുന്ന വരെ അവൾക്ക് ബോധമുണ്ട്. അതെല്ലാം അവൾക്ക് അറിയാൻ പറ്റും. അത് കണ്ണ് മറയണ നാവും കുഴയണ വരെ അവൾ മാതാവിനെ വിളിച്ച് പ്രാർത്ഥിക്കാറുണ്ട്. പക്ഷെ ഇപ്പം ഞങ്ങൾ വന്നത് അത്രയും സന്തോഷത്തോടെയാണ്. എൻ്റെ പേര് ശീതൾ. ഞങ്ങൾ തൃശ്ശൂർ ജില്ലയിൽ നിന്നാണ് വരുന്നത്. ഇതെൻ്റെ മോള് നന്ദന. അവൾക്ക് വേണ്ടിയാണ് ഞാനിവിടെ കൃപാസനത്തിലേക്ക് ആദ്യമായിട്ട് വന്നത്. 4 കൊല്ലം മുന്നേ എൻ്റെ മോൾക്ക് ഫിക്സ് വന്നിരുന്നു. അത് സ്കൂളിൽ പോകുന്ന വഴിയിൽ പള്ളിമുറ്റത്ത് വെച്ചിട്ടാണ് ആദ്യമായിട്ട് അവൾക്ക് ഫിക്സ് വന്ന് വീണത്. അന്ന് ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി മോളെ 2 ആഴ്ചയോളം അവിടെ അഡ്മിറ്റ് ആയിരുന്നു. അന്ന് MRI എടുത്തപ്പോൾ അവൾക്ക് ബ്രെയിനിൽ ബ്ലഡ് ക്ലോട്ടായിട്ടുണ്ടെന്ന് പറഞ്ഞ് അന്ന് തൊട്ട് 4 കൊല്ലമായിട്ട് ഇപ്പോൾ മോള് ഗുളിക കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അവൾ 10ലാണ് പഠിക്കുന്നത്. അപ്പോൾ അന്ന് ഇവിടെ അച്ഛനെ വന്ന് കണ്ടപ്പോൾ കൃപാസനത്തിൽ ഉടമ്പടി എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഹിന്ദുസ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് അന്ന് ഉടമ്പടി എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ 2 കൊല്ലം കോവിഡ് കാരണം അത് നീണ്ടുപോയി. ഇപ്പോൾ കഴിഞ്ഞ സെപ്റ്റംബർ 10-ാം തീയതി 2022 ആണ് ഞങ്ങൾ വന്നിവിടെ ഉടമ്പടി എടുത്തത്. 2ാമത്തെ ഉടമ്പടി വന്നെടുത്ത് പുതുക്കാൻ വന്നപ്പോൾ മോൾക്ക് മെഡിക്കൽ കോളേജിൽ സ്ഥിരം ലൈഫ് ലോങ് ഗുളിക കഴിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു ഗുളിക ഫിക്സിൻ്റെ ഗുളികയുടെ കൂടെ എഴുതിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് കേട്ടപ്പോൾ എനിക്ക് മോൾക്കും ഭയങ്കര ടെൻഷനായി. ലൈഫ് ലോങ് ആണ് അവൾക്ക് ഗുളിക ഡോക്ടർ റെക്കമെൻഡ് ചെയ്തത്. അന്ന് തൊട്ട് ഞാൻ എന്നും മോൾക്ക് വേണ്ടി എന്നും കരഞ്ഞ് അവളുടെ മുന്നിൽ വെച്ച് കരഞ്ഞ് ടെൻഷനാക്കി. ആൾക്കും ബുദ്ധിമുട്ടാണ്, അവൾക്കും ടെൻഷനടിക്കുമ്പോൾ ഫിക്സ് വരാം അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ അവൾ കാണാനും കരയാനും പ്രാർത്ഥിക്കാനും അങ്ങനെയൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷേ 3ാമത്തെ ഉടമ്പടി പുതുക്കാൻ വന്നപ്പോൾ അവൾക്ക് സിസ്റ്റർ ഞങ്ങളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു സാക്ഷി എഴുതി കൊടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ മോളെയും കൊണ്ട് മാതാവിൻ്റെ മുന്നിൽ വന്നെങ്കിൽ സാക്ഷി പറയണം. എൻ്റെ മോൾക്ക് ലൈഫ് ലോങ് ഗുളിക എഴുതിയിട്ടുണ്ട്, അത് മാറ്റി തരണം, അതെനിക്ക് തെളിവായിട്ട് വേണം, എനിക്കത് തെളിവ് വേണം. എൻ്റെ മോളുടെ റെക്കോർഡ് ബുക്കിൽ എഴുതിയിട്ടുണ്ട് ലൈഫ് ലോങ് ഗുളികയാണെന്ന്. അതവൾ മരിക്കുന്നവരെ അവൾ കഴിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അതിൻ്റെ ഇടയിൽ അവളെ ശ്രീത്രയ്ക്ക് ഡോക്ടർമാർ റെഫർ ചെയ്തിട്ടുണ്ട്. ഇനി വയ്യായി വരാന്ന് വെച്ചാൽ അവളെ ശ്രീത്രയിലേക്ക് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഇപ്പോൾ 10th-ലായതുകൊണ്ട് അവളെ ഓണം വെക്കേഷൻ കൊണ്ടുപോയാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 3ാമത്തെ ഉടമ്പടി പുതുക്കി വന്ന് 10ാമത്തെ ദിവസം മോൾക്ക് ഞാൻ ജോലിക്ക് പോയി മോള് സ്കൂളിലേക്ക് പോകുന്ന വഴിക്ക് ഫിക്സ് വന്നു. അതൊരു ഉച്ചയ്ക്ക് 2 മണിക്കുള്ള ഒരു 4-5 പ്രാവശ്യമായിട്ട് അവൾക്ക് ഫിക്സ് വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ജോലി കഴിഞ്ഞ് തിരിച്ച് ജോലി സ്ഥലത്ത് ഞങ്ങൾ അറിഞ്ഞ് വന്നപ്പോൾ രാവിലെ കണ്ട കുട്ടിയല്ല. ഞങ്ങൾ ഉച്ചയ്ക്ക് വന്നപ്പോൾ മോളെ അതേപോലെ ഓക്സിജൻ ലെവൽ കുറഞ്ഞ് ഷുഗർ കുറഞ്ഞ് അത്രയും സീരിയസ് ആയിട്ടാണ് മോളെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയത്. അവിടെ വെച്ച് ഓണം വെക്കേഷന് പോകാൻ പറഞ്ഞ് ശ്രീത്രയ്ക്ക് പോകാൻ പറഞ്ഞത് ഞങ്ങൾ നേരത്തോടെ തന്നെ ഞങ്ങളോട് പോയിക്കോളാൻ പറഞ്ഞു. 2 ആഴ്ച മുന്നേ ഞങ്ങൾ ശ്രീത്രയിൽ പോയി MRI റിപ്പോർട്ട് കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു. MRI റിപ്പോർട്ട് അവിടെ ശ്രീത്രയിൽ ചെന്ന് ന്യൂറോനെ കാണിക്കാൻ ചെന്ന് വൈകുന്നേരം രാവിലെ ടോക്കൺ എടുത്തിട്ടും ഞങ്ങൾക്ക് ഏറ്റവും അവസാനം രാത്രി 7:08 ഞങ്ങൾക്ക് ഡോക്ടറെ കാണാൻ പറ്റിയത്. മെയിൻ ഡോക്ടറെ ന്യൂറോയുടെ പ്രൊഫസറെ തന്നെ കാണാൻ പറ്റി ഞങ്ങൾക്ക്. അപ്പോൾ ഇവളത്തെ സീരിയസ് കേസായ കാരണം പ്രൊഫസറിനും കൂടെ കാണാമെന്ന് പറഞ്ഞിട്ട് ഏറ്റവും അവസാനമാണ് ഞങ്ങളുടെ കേസ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നത്. ആ ഡോക്ടർ മോളുടെ MRI റിപ്പോർട്ട് കണ്ട വഴിക്ക് ഈ ഹോസ്പിറ്റലുകാർ പറഞ്ഞിട്ടുണ്ടായിരുന്ന ലൈഫ് ലോങ് ഗുളിക കഴിക്കാൻ പറഞ്ഞത് ഇന്ന് തൊട്ട് ഇനി കഴിക്കേണ്ടെന്ന് പറഞ്ഞു. അതവൻ്റെ അടുത്ത് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചതിന് പെട്ടെന്ന് ഡോക്ടർമാരെ പറഞ്ഞപ്പോൾ സങ്കടമാണോ കരച്ചിലാണോ എന്നറിയില്ല. ഇവിടെ വന്ന് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചതിന് അമ്മ മാതാവ് എനിക്ക് തന്ന എൻ്റെ മോൾക്കും മാതാവിൽ ഭയങ്കര വിശ്വാസമാണ്. ഫിക്സ് വരുമ്പോൾ തന്നെ അവൾക്ക് അറിയാൻ പറ്റും. അവളെ കൈ തരിപ്പ് വന്ന് അവൾ വീഴും ഭയങ്കര. അതറിയുന്നത്, അത് അവസാനിക്കുന്ന വരെ അവൾക്ക് ബോധമുണ്ട്. അതെല്ലാം അവൾക്ക് അറിയാൻ പറ്റും. അത് കണ്ണ് മറയണ നാവും കുഴയണ വരെ അവൾ മാതാവിനെ വിളിച്ച് പ്രാർത്ഥിക്കാറുണ്ട്. പക്ഷെ ഇപ്പം ഞങ്ങൾ വന്നത് അത്രയും സന്തോഷത്തോടെയാണ്. കാരണം ലൈഫ് ലോങ് ഗുളിക കഴിക്കാൻ വന്ന മാതാവ് മാറ്റി തന്നു. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചത് എൻ്റെ പ്രാർത്ഥന മാതാവ് കേട്ടു. എനിക്ക് തൈറോയിഡ് ഓപ്പറേഷൻ പറഞ്ഞിട്ടുണ്ടായെങ്കിലും 9 കൊല്ലമായിട്ട് കഴുത്തിൽ വലിയ മുഴയായിരുന്നു. അപ്പോൾ സൗണ്ടൊക്കെ പോയി. കഴിഞ്ഞ കൊല്ലം മാർച്ച് മാസമൊക്കെ ആകുമ്പോഴേക്കും എൻ്റെ സൗണ്ട് പോയി, കഴുത്തിൽ ഭയങ്കര തടിപ്പൊക്കെ ആയിരുന്നു. അങ്ങനെ ഞാൻ മോളുടെ ഇതിന് ഇവിടെ നിയോഗം എഴുതിയിട്ടെങ്കിലും എൻ്റെ ഒരു നമ്പർ തയ്ക്കാനാണ് ഞാൻ എൻ്റെ തൈറോയിഡ് മാറ്റി തരുന്നതിന് എഴുതിയത്. പക്ഷേ
1 കൊല്ലം മുന്നേ എനിക്ക് എൻ്റെ പെട്ടെന്ന് തൈറോയിഡിൻ്റെ മുഴ കൂടി, സൗണ്ട് കുറഞ്ഞു, ഭക്ഷണം ഇറക്കാൻ ബുദ്ധിമുട്ട്, അങ്ങനെയൊക്കെ ആയപ്പോൾ മെഡിക്കൽ കോളേജിൽ കാണിച്ചു. അവർ നീണ്ടുപോയി, റിസ്ക് ആണെന്ന് പറയാനല്ലാതെ ചെയ്ത് കിട്ടുന്നുണ്ടായിരുന്നില്ല. പ്രൈവറ്റിലും പോയി ചെയ്തിട്ടും ഞങ്ങൾക്ക് നടന്നു കിട്ടിയില്ല. അവസാനം അമലയിൽ ഒരു ഈ തൈറോയിഡ് പേഷ്യൻസിന് ഒരു ക്യാമ്പ് ഉണ്ടെന്ന് അറിഞ്ഞ് ഞങ്ങൾ അവിടെ പോയി രജിസ്റ്റർ ചെയ്തു. അവിടെ ഞങ്ങൾ അഡ്മിറ്റായി 2 ദിവസം. ക്യാമ്പിൽ 17 പേരുണ്ടായിരുന്നു. 16 പേർക്കും ഓപ്പറേഷൻ ഡേറ്റ് കൊടുത്ത് അവരെ ഡിസ്ചാർജ് ആയെങ്കിലും എൻ്റെ കേസ്, ഞാനിപ്പോൾ തൈറോയിഡ് പേഷ്യൻ്റ് മാത്രമാണ്. കുട്ടികൾ താഴെ ഉണ്ണിപ്പോൾ 2ാം ക്ലാസ്സിലായിട്ടുള്ളൂ. അപ്പോൾ അവനും കുട്ടിയുണ്ടല്ലോ. അപ്പോൾ ക്യാൻസർ പോലെ തിരിയാന്ന് വെച്ചാൽ നമുക്ക് ചെയ്താൽ മതി. കാരണം ഹാർട്ടിൽ നിന്നുള്ള കുഴലുകൾ പാസ് ചെയ്യണമ്പോൾ വന്ന് മുട്ടി നിൽക്കണം. വലിയ മുഴയെ കാരണം കെട്ടൊന്നിട്ടിട്ട് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട്, അത്രയും റിസ്ക് ആയതുകൊണ്ട് ഡോക്ടർ നല്ല സീനിയർ ഡോക്ടർ, ആളുടെ സർവീസിൽ ഇത്രയും സീരിയസ് ആയ കേസ് റയറാന്ന് പറഞ്ഞു. അപ്പോൾ എന്നെയും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഡിസ്ചാർജാണ്. നാളെ ഡിസ്ചാർജ് പറഞ്ഞപ്പോൾ എൻ്റെ അമ്മയോടും എന്നോടും കൂടിയാണ് പറയുന്നത്. പക്ഷെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു, എൻ്റെ മോൾക്ക് വയ്യ, എൻ്റെ മോളെ നോക്കാനുള്ള ആരോഗ്യം എനിക്ക് വേണം, അവൾക്കൊരു അമ്മയായിട്ടെങ്കിലും എനിക്ക് വേണം, ഞാൻ വേണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ പിറ്റേന്ന് CT സ്കാൻ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് പോവാമെന്ന് പറഞ്ഞു ഡോക്ടർ. വൈകിട്ട് വന്ന് എന്നോട് അമ്മയോട് വന്ന് ഡോക്ടർ പറഞ്ഞു. അതുപോലെ തന്നെ CTക്ക് ചെന്നു. എൻ്റെ കയ്യിൽ മാതാവിൻ്റെ അന്ന് ഉടമ്പടി എടുക്കാത്ത കാരണം മാതാവിൻ്റെ ലോക്കറ്റ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ പെട്ടെന്ന് എൻ്റെ ഒരു ബുദ്ധിയിൽ മാതാവിൻ്റെ ലോക്കറ്റുമ്പോൾ ഒരു ചെറിയൊരു ഇതുണ്ടല്ലോ, അപ്പോൾ അതെങ്ങാനും മെഷീനിൽ സിസ്റ്റർ ചോദിക്കുകയും ചെയ്തു, വേറെ ഒന്നും കയ്യിലില്ല അതൊന്നും, കാരണം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മെഷീനിൽ ഡാമേജ് ആണെന്ന് പറഞ്ഞു. ഞാൻ ഒന്നുമില്ല എന്ന് പറഞ്ഞെങ്കിൽ എൻ്റെ കയ്യിൽ മാതാവിൻ്റെ ലോക്കറ്റ് ഉണ്ടായിരുന്നു. അത് കയറി പിടിക്കുമോ എന്ന് പെട്ടെന്ന് ഞാൻ ആ മെഷീനിൽ കയറിയപ്പോൾ ആലോചിച്ചു. പക്ഷേ അതേപോലെ വെയിൻ ക്ലിയറായി കിട്ടാൻ മരുന്ന് കയറ്റിയിട്ടാണ് ചെയ്യുന്നുണ്ടായിരുന്നത്. അത് ചെയ്യണ സമയത്ത് പെട്ടെന്ന് ഒരു വട്ടം മെഷീനിൽ പ്രശ്നമൊന്നും ഇല്ലാണ്ടായിരുന്നു. ഒരു 2 സെക്കൻഡ് കഴിഞ്ഞപ്പോഴേക്കും പെട്ടെന്ന് സൈറം മുഴങ്ങി. അതിൻ്റെ ഉള്ളിൽ CT സ്കാൻ. അവിടെ സിസ്റ്റർമാർ ഓടി വരുന്നു. ഞാൻ എങ്ങാണ്ട് കിടക്കുകയാണ്. ഞാൻ നോക്കിയപ്പോൾ മിററിൻ്റെ ഇടയിൽ നോക്കിയപ്പോൾ ഹസ്ബൻഡും അമ്മയും വന്ന് നോക്കിയിട്ടുണ്ട് എന്താണ് ഉള്ളത്. പെട്ടെന്ന് ഈ സൂചി തെറ്റി ബോഡിയിലേക്ക് കയറി. അത് കഴിഞ്ഞ് അപ്പോൾ തന്നെ അവർ വന്ന് ഐസ് ബാഗൊക്കെ വെച്ച് പിറ്റേ നേരത്തോട് നേരം വരെ നീര് പറ്റാനായിട്ട് മരുന്ന് വെച്ചു. വീണ്ടും ഡോക്ടർ പറഞ്ഞു ഈ CT സ്കാൻ ചെയ്യണം, എന്നാൽ മാത്രമേ നമുക്കിതിൻ്റെ സീരിയസ് മനസ്സിലാക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് വീണ്ടും പിറ്റേ ദിവസം CT സ്കാൻ കൊണ്ടുപോയി. അപ്പോഴും എൻ്റെ കയ്യിൽ ഈ മാതാവിൻ്റെ ലോക്കറ്റ് ഞാൻ കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു. മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചു. മാതാവിൻ്റെ ലോക്കറ്റ് എൻ്റെ കയ്യിലുണ്ട്. മാതാവിൻ്റെ മടിയിൽ കിടന്നാണ് ഞാൻ ഇതിനെ ഞങ്ങൾക്ക് എടുക്കുന്നത്. എന്താണ് എൻ്റെ അസുഖം എന്നും എനിക്ക് ചെയ്യാൻ പറ്റുന്ന എൻ്റെ ഇത് മാറ്റി തരാനാണെങ്കിൽ മാറ്റി തരണമെന്നും പ്രാർത്ഥിച്ച് മാതാവിൻ്റെ ലോക്കറ്റ് വെച്ച് ഞാൻ ആ CT സ്കാൻ ഫുള്ള് ചെയ്യാൻ കിടന്നു. ഒരു കുഴപ്പമില്ലാതെ ഒരു ഡേറ്റ് ഞങ്ങൾക്ക് തന്നു. ഓപ്പറേഷൻ ചെയ്തു. 9ാമത്തെ ദിവസം ഡിസ്ചാർജ് ചെയ്തു. 9 കൊല്ലമായതുകൊണ്ട് അത് ക്യാൻസർ ആവാൻ 90% സാധ്യതയുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതും ഒരു കുഴപ്പമില്ലാതെ 2 ആഴ്ച കഴിഞ്ഞ് റിസൾട്ട് വന്നു. ഓക്കെ നോർമലായി. ഇപ്പം എൻ്റെ മോളെയും എന്നെയും മാതാവ് അനുഗ്രഹിച്ചിരിക്കുന്നു. മാതാവിനും ഈശോ